നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ നമ്മൾ 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ബ്രാഞ്ച് അക്കൗണ്ടിംഗ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളതിൽ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന്റെ അക്കൗണ്ടിംഗ് മെത്തേഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റ് മെത്തേഡാണ് ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് ഒരു പ്രോബ്ലത്തിലൂടെ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇല്ലസ്ട്രേഷൻ 13 ആണ്. അതായത് എക്സ് ലിമിറ്റഡ് ഹാസ് എ റീറ്റെയിൽ ബ്രാഞ്ച് അറ്റ് കോയമ്പത്തൂർ. ഗുഡ്സ് ആർ സോൾഡ് ടു കസ്റ്റമേഴ്സ് അറ്റ് കോസ്റ്റ് പ്ലസ് 100%. അല്ലെ, ഇവിടെ നോക്കിയ എക്സ് ലിമിറ്റഡിന് കോയമ്പത്തൂരിൽ ഒരു റീറ്റെയിൽ ബ്രാഞ്ച് ഉണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവർ ഗുഡ്സ് കസ്റ്റമേഴ്സിന് ഗുഡ്സ് കൊടുക്കുന്നത് കോസ്റ്റ് പ്ലസ് 100% ആണ്. അതായത് റീറ്റെയിൽ ബിസിനസ് കസ്റ്റമേഴ്സിന് കൊടുക്കുമല്ലോ, അവർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഗുഡ്സ് കൊടുക്കുന്നത് കോസ്റ്റിന്റെ കൂടെ 100%, അതായത് ഇപ്പൊ 100 രൂപയുടെ വിലയാണെങ്കിൽ ആ 100ന്റെ കൂടെ 100 കൂടെ ആഡ് ചെയ്ത് 200 രൂപയ്ക്ക് ഇരട്ടി വിലയ്ക്കാണ് അവർ കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ ഹോൾസെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ്റ്റ് പ്ലസ് 80% ആണ്. ഗുഡ്സ് ആർ ഇൻവോയ്സ്ഡ് അറ്റ് കോയമ്പത്തൂർ അറ്റ് ഹോൾസെയിൽ പ്രൈസ് ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. ഇവിടെ ഹെഡ് ഓഫീസ് കോയമ്പത്തൂരിലോട്ട് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത് ഏത് പ്രൈസിനാണ്? ഹോൾസെയിൽ പ്രൈസിനാണ്. ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് മെയ്ഡ് അറ്റ് ഹെഡ് ഓഫീസ് ആൻഡ് അറ്റ് കോയമ്പത്തൂർ ഫോർ ദ ഇയർ എൻഡ് 31 മാർച്ച് 2006. അപ്പൊ ഇവിടെ എന്തുമാത്രം പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യുന്നത് എന്ന് നോക്കണം. അപ്പൊ ഇവിടെ ഹെഡ് ഓഫീസിന്റെയും കോയമ്പത്തൂരിന്റെ രണ്ടുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അതായത് ഹെഡ് ഓഫീസിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് തന്നിരിക്കുന്നത്. സ്റ്റോക്ക് ഓൺ 1 ഏപ്രിൽ 2005 2,25,000. പിന്നെ പർച്ചേസസ്, അതായത് ഹെഡ് ഓഫീസ് സാധനങ്ങളൊക്കെ വാങ്ങിയത് 21,50,000. ഇനി ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ 21,50,000 നിന്നും ഇവർ ബ്രാഞ്ചസിലോട്ട് ഗുഡ്സ് അയച്ചു കൊടുത്തു. അതാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ഇൻവോയ്സ് പ്രൈസിനാണ്. എത്രയാണ്? 9,54,000. അപ്പൊ നോക്കിയേ, ഈ ഹെഡ് ഓഫീസ് ഗുഡ്സ് അയക്കുമ്പോൾ ആ ഗുഡ്സ് എവിടെ ചെല്ലും? ബ്രാഞ്ചിൽ ചെല്ലും. അതാണ് ബ്രാഞ്ചിന്റെ കോളത്തിലും സെയിം എമൗണ്ട് തന്നെ 9,54,000 തന്നെ കാണിച്ചിരിക്കുന്നത്. ഇനി നോക്കിയാൽ സെയിൽസ് പറയുന്നുണ്ട്. ഹെഡ് ഓഫീസ് സെയിൽസ് നടത്തിയത് 28,53,000. കോയമ്പത്തൂർ ബ്രാഞ്ച് സെയിൽസ് നടത്തിയിരിക്കുന്നത് 9,50,000 ആണ്. ഇനി എക്സ്പെൻസസ് പറഞ്ഞാൽ ഹെഡ് ഓഫീസിന്റെ എക്സ്പെൻസസ് 3 ലക്ഷം, ബ്രാഞ്ചിൻ്റെത് 20,000. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് പറയുന്നുണ്ട്. സ്റ്റോക്ക് ഓൺ 31 മാർച്ച് 2006 ഹെഡ് ഓഫീസിന് 2,60,000, ബ്രാഞ്ചിന് 99,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ പറയുന്നത് സെയിൽസ് അറ്റ് ഹെഡ് ഓഫീസ് ആർ മെയ്ഡ് ഓൺലി ഓൺ ഹോൾസെയിൽ ബേസിസ്. നോക്കിയേ, ഇവിടെ ബ്രാഞ്ചസിലോട്ട് ഹെഡ് ഓഫീസ് ഗുഡ്സ് കൊടുത്തിരിക്കുന്നത്, സെയിൽസ് നടത്തിയിരിക്കുന്നത് ഹോൾസെയിൽ ബേസിസിലാണ്. ആൻഡ് ദാറ്റ് അറ്റ് ബ്രാഞ്ച് ഓൺലി ടു കസ്റ്റമേഴ്സ്, ബ്രാഞ്ചസ് ഓഫ് കസ്റ്റമേഴ്സിന് മാത്രമാണ് നടത്തിയിരിക്കുന്നത്. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഈസ് വാല്യൂഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ഇവിടുത്തെ സ്റ്റോക്ക് അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇൻവോയ്സ് പ്രൈസിനാണ്. അപ്പൊ നമ്മൾ തിയറി പറഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു, ഇൻവോയ്സ് പ്രൈസിനാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് എന്ത് ചെയ്യണം? ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ മാറ്റാൻ പറ്റത്തുള്ളൂ, കോസ്റ്റ് പ്രൈസ് ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഹോൾസെയിലിനും ഒരു എമൗണ്ട് കോളം വേണം, ബ്രാഞ്ചസിനും ഒരു എമൗണ്ട് കോളം വേണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നോക്കിയാൽ നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞേക്കുന്ന നോക്കിയേ, സ്റ്റോക്ക് ഓൺ 1 ഏപ്രിൽ 2005, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. എവിടെ മാത്രമേ ഉള്ളൂ? ഹെഡ് ഓഫീസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ് ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ആയിട്ട് വരേണ്ട ഐറ്റം. അപ്പം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതാം ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ഹെഡ് ഓഫീസിന്റെ ആണ്. അപ്പൊ ഹെഡ് ഓഫീസിന്റെ കോളത്തിൽ എഴുതണം 2,25,000. ബ്രാഞ്ചസിന്റെ കോളത്തിൽ ഇല്ല, അതുകൊണ്ട് എഴുതണ്ട. ഇനി നോക്കിയാൽ അടുത്ത എന്താണ് വരേണ്ടത്? പർച്ചേസ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. അടുത്ത പർച്ചേസസ്. പർച്ചേസസും ഹെഡ് ഓഫീസിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് അത് അതുപോലെ എഴുതാം. പർച്ചേസസ് എമൗണ്ട് എത്രയാണ്? 21,50,000. അടുത്ത് നോക്കിയേ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ബ്രാക്കറ്റിൽ ഇൻവോയ്സ് പ്രൈസ് 9,54,000. അത് ഹെഡ് ഓഫീസിന്റെ കോളത്തിലും തന്നിട്ടുണ്ട്, ബ്രാഞ്ചിന്റെ കോളത്തിലും തന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അല്ലെ, ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് അയച്ചു. എത്രയാണ്? 9,54,000 രൂപ. അപ്പം ഹെഡ് ഓഫീസിനെ സംബന്ധിച്ച് ആ സ്റ്റോക്ക് കുറയല്ലേ ചെയ്യുന്നത്. ഹെഡ് ഓഫീസിൽ നിന്നും അത്രയും രൂപയുടെ സാധനം ബ്രാഞ്ചിലോട്ട് പോകുമ്പം ഹെഡ് ഓഫീസിൽ അത്രയും സ്റ്റോക്ക് കുറയും, ബ്രാഞ്ചിൽ അത്രയും സ്റ്റോക്ക് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ വരയ്ക്കുന്നത് ബ്രാഞ്ചിന്റെയും ഹെഡ് ഓഫീസ് രണ്ടിന്റെയാണ്.
അപ്പം നമ്മൾ സാധാരണ ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്, അല്ലാതെ നമ്മൾ ഇത് ക്രെഡിറ്റ് സൈഡിലല്ലേ എഴുതുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടും ഉണ്ടല്ലോ. അപ്പം ബ്രാഞ്ചിലാണ് സ്റ്റോക്ക് വരുന്നത്, ബ്രാഞ്ചിൽ സ്റ്റോക്ക് വരുന്നത് നമ്മൾ ഡെബിറ്റിൽ കാണിക്കണം, ഹെഡ് ഓഫീസിൽ നിന്ന് അത്രയും സ്റ്റോക്ക് പോകുന്നത് ക്രെഡിറ്റിൽ കാണിക്കണം. അപ്പം ഇവിടെ ഹെഡ് ഓഫീസിൽ അത്രയും സ്റ്റോക്ക് കുറയും, ബ്രാഞ്ചിൽ അത്രയും സ്റ്റോക്ക് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഡെബിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റം എന്താണ്? സ്റ്റോക്കിനെ കൂട്ടുവാണെങ്കിലാണ് ഡെബിറ്റ് സൈഡിൽ വരേണ്ടത്, സ്റ്റോക്കിനെ കുറയ്ക്കുന്ന ഐറ്റം എല്ലാം ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഈ ഹെഡ് ഓഫീസിനെ സംബന്ധിച്ച് മൊത്തം ഇത്രയും രൂപയുടെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ, 2,25,000, 21,50,000 ഇത്രയും സ്റ്റോക്കാണ് ഹെഡ് ഓഫീസിലുള്ളത്. അതിൽ നിന്നും 9,54,000 സ്റ്റോക്ക് പോകുമ്പോൾ അത് എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടത് ഇങ്ങനെയാണ്: ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് സെൻഡ് ചെയ്ത് എത്രയാണ്, എന്നിട്ട് ഹെഡ് ഓഫീസിന്റെ കോളത്തിൽ 9,54,000 കാണിക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്, ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ബ്രാഞ്ചിന്റെ കോളത്തിൽ 9,54,000 കാണിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത എന്താണ്? സെയിൽസ് ആണ്. നമുക്ക് സെയിൽസ് ക്രെഡിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റം ആണ്. സെയിൽസ് എമൗണ്ട് 28,53,000, ബ്രാഞ്ച് എത്രയാണ്? 9,50,000. ഇനി അടുത്ത എക്സ്പെൻസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പെൻസസ് നമ്മൾ ഇവിടെ കാണിക്കേണ്ട, കാരണം ഇവിടെ എന്ത് എക്സ്പെൻസസ് ആണെന്ന് പറയുന്നില്ല. ഡയറക്റ്റ് എക്സ്പെൻസസ് അല്ല വേജസ് എന്നൊക്കെ പറയുന്നെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. അത് പറയാത്ത സ്ഥിതിക്ക് നമ്മൾ അത് എവിടെ കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. അടുത്ത് നോക്കിയാൽ സ്റ്റോക്ക് ഓൺ 31 മാർച്ച് 2006, അതെന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അത് ഹെഡ് ഓഫീസ് 2,60,000, ബ്രാഞ്ചിൽ 99,000. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് എഴുതാം ക്ലോസിംഗ് എമൗണ്ട് 2,60,000, ഇവിടെയോ 99,000. ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളത്. ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, അത് ഹെഡ് ഓഫീസിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഹെഡ് ഓഫീസിന്റെ കോളത്തിൽ കാണിച്ചു, ഹെഡ് ഓഫീസിന്റെ പർച്ചേസസ് ആയതുകൊണ്ട് ഹെഡ് ഓഫീസിന്റെ കോളത്തിൽ കാണിച്ചു. അടുത്ത ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നാണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുമ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹെഡ് ഓഫീസിനെ സംബന്ധിച്ച് അത്രയും ഗുഡ്സ് കുറയും, അതുകൊണ്ട് അതവിടെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ബ്രാഞ്ചിനെ സംബന്ധിച്ച് അത്രയും ഗുഡ്സ് കൂടും, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഹോൾസെയിൽ സിസ്റ്റത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചോണം ചെയ്യാൻ. അടുത്ത സെയിൽസ് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു, ദെൻ ക്ലോസിംഗ് സ്റ്റോക്കും ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ കൂടി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡാണ്. ആദ്യം നമുക്ക് ഓരോ കോളം, ബ്രാഞ്ചിന്റെ കോളം നോക്കാം. ബ്രാഞ്ചിന്റെ കോളത്തിൽ ക്രെഡിറ്റ് സൈഡ് 10,49,000 വരും. 10,49,000. അതിൽ നിന്ന് 9,54,000 കുറയ്ക്കുമ്പോൾ എമൗണ്ട് 95,000. അതേപോലെ ഹെഡ് ഓഫീസിന്റെ കോളം നോക്കാം. ഹെഡ് ഓഫീസിന്റെ കോളം നോക്കുമ്പോഴും ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത്. 40,67,000. 40,67,000. അതിൽ നിന്നും ഈ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് എല്ലാം കുറയ്ക്കുമ്പം 16,92,000 വരും. ഇതെന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. നമുക്ക് എഴുതാം ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട്. അപ്പം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് എന്ത് കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇനി ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്തിട്ട് ബാക്കി തന്നിരിക്കുന്ന ഐറ്റംസ് കൂടെ എഴുതണം. പിന്നെ എന്ത് ചെയ്യണം? സ്റ്റോക്ക് റിസർവും കൂടെ കണ്ടുപിടിക്കണം. നമുക്കിനി അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, ഇപ്പം നമ്മുടെ കണ്ടിന്യൂഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ടോട്ടൽ ഇവിടെ എഴുതിയേക്കുന്നത്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയിരുന്നു, അത് നമ്മളിനി ബ്രോഡ് ഡൗൺ ചെയ്യണം. ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇങ്ങനെ വരും: ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ. എമൗണ്ട് എത്രയായിരുന്നു? 16,92,000. അതിനടുത്ത് എന്താണ്? 95,000. നമുക്ക് കിട്ടിയത് നമ്മൾ ബ്രോഡ് ഓൺ ചെയ്തു. ഇനി നോക്കിയേ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് മാത്രമാണ് നമ്മൾ ഇവിടെ ഡെബിറ്റ് സൈഡിൽ PRL അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നുണ്ട്. നമുക്ക് പല പല കാറ്റഗറി എക്സ്പെൻസസ് തന്നാൽ നമ്മൾ വേജസ് പോലെയുള്ള ഐറ്റംസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം നമ്മൾ ഇവിടെ കാണിക്കണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. സാലറി, റെന്റ്, അലവൻസസ് അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം നമ്മൾ P&L അക്കൗണ്ടിൽ കാണിക്കണം. ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ എക്സ്പെൻസസ് മാത്രമാണ് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ, അതുകൊണ്ട് നമ്മളത് എവിടെ കാണിക്കണം? P&L അക്കൗണ്ടിൽ കാണിക്കണം. ഡെബിറ്റ് സൈഡിൽ കാണിക്കുക എക്സ്പെൻസസ്. എമൗണ്ട് എത്രയൊക്കെയാണ്? നമ്മുടെ എക്സ്പെൻസസ് ഹെഡ് ഓഫീസിൽ 3 lakh, ബ്രാഞ്ചസിൽ 20,000.
അപ്പൊ ഈ മെത്തേഡിന്റെ പ്രത്യേകതയാണ് തന്നിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻവോയ്സ് പ്രൈസിലായതുകൊണ്ട് തന്നെ അതിന് എന്ത് കണ്ടുപിടിക്കണം, ലോഡിംഗ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആ ലോസ് ഒക്കെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അപ്പൊ നമുക്ക് എന്ത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ സ്റ്റോക്ക് റിസർവ് എത്ര എന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ബ്രാഞ്ചസിന്റെ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കണ്ടുപിടിക്കുക. കാരണം ഈ ബ്രാഞ്ചസിൽ നിന്നും എന്തുമാത്രം പ്രോഫിറ്റ് ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബ്രാഞ്ചസിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ മാത്രം സ്റ്റോക്ക് റിസർവ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ PL അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിച്ചാൽ മതി. അപ്പൊ 99,000 ആണ് ബ്രാഞ്ചസിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക്. അതിനെ ഇവിടെ 100+, അതായത് കോസ്റ്റ് പ്ലസ് 80% ആണ് ഇവിടുത്തെ പ്രൈസ്, ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് 99,000 എന്ന് പറഞ്ഞാൽ ഇൻവോയ്സ് പ്രൈസ് ആണ്. അപ്പൊ ഇൻവോയ്സ് പ്രൈസ് ഇൻറ്റു 80/180 എന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 44,000 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ 80/180 ചെയ്യാം. അപ്പൊ ഇവിടെ ടെക്സ്റ്റിൽ 4,000 എന്നാണ് തന്നിരിക്കുന്നത്, പ്രിന്റ് മിസ്റ്റേക്ക് ആണ്, 44,000 ആണ് വരേണ്ടത്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം, അപ്പൊ ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, ബ്രാഞ്ചസിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി, ഹെഡ് ഓഫീസിനെ കണ്ടുപിടിക്കേണ്ട. കണ്ടുപിടിച്ചാൽ നമ്മൾ ഡെബിറ്റ് സൈഡ് എഴുതുക സ്റ്റോക്ക് റിസർവ്. സ്റ്റോക്ക് റിസർവ് എമൗണ്ട് എത്രയാണ് എന്നിട്ട് എഴുതേണ്ട എവിടെയാണ്, ഹെഡ് ഓഫീസിന്റെ എമൗണ്ട് കോളത്തിൽ എഴുതുക 44,000. അപ്പൊ നമുക്കിത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ബ്രാഞ്ചിന്റെ കോളം ബാലൻസ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡ് ആണ് കൂടെ നിൽക്കുന്നത് 95,000, രണ്ട് സൈഡിൽ എഴുതുക 95,000. അതിൽ നിന്നും 20,000 പോയ ബാലൻസ് 75,000. ഇനി അടുത്ത് ഹെഡ് ഓഫീസിന്റെ കോളം നോക്കുമ്പോൾ കൂടി നിൽക്കുന്ന ക്രെഡിറ്റ് സൈഡ് ആണ് 16,92,000. ഇവിടെയും 16,92,000. അതിൽ നിന്ന് ഇത്രയും പോയാൽ ബാലൻസ് 13,48,000 വരും. ഇതെന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആണ്. നമുക്ക് എഴുതാം നെറ്റ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട്. ഇത്രയും മാത്രമാണ് നമ്മളുടെ ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. അപ്പൊ അത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും ഒക്കെ നമ്മൾ ഹെഡ് ഓഫീസിൽ എഴുതി. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അന്നേരം ഓർത്തോണം ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് കുറയുന്നതുകൊണ്ട് ഹെഡ് ഓഫീസിന്റെ എമൗണ്ട് കാണിക്കുന്ന ക്രെഡിറ്റ് സൈഡിലും ബ്രാഞ്ചിലും ഗുഡ്സ് വരുന്നത് കൊണ്ട് ഡെബിറ്റ് സൈഡിലും കാണിക്കുക. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ എഴുതുക. അതിനുശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ബ്രാഞ്ചിന്റെ മാത്രം ക്ലോസിംഗ് സ്റ്റോക്കിന്റെ സ്റ്റോക്ക് റിസർവ് കാണിക്കാനും മറക്കരുത്. ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മറ്റ് ടോപ്പിക്സുമായിട്ട് വരും വീഡിയോസിലൂടെ കാണാം.